ഈ അന്വേഷണ സംഘം ഇപ്പോഴും പാലക്കാട്ട് തുടരുന്നുണ്ട്. തെളിവ് നശിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങളുടെ വിവരങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഈ DVRൽ നിന്ന് ദൃശ്യങ്ങൾ നീക്കം ചെയ്തതൊക്കെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ്. തന്നെയുമല്ല, രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനം ആരുടേത് എന്നതിൽ പോലീസിനും ചില പ്രധാനപ്പെട്ട തെളിവുകൾ, വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ തുടരുന്ന അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടോ അന്വേഷണ സംഘം? എന്തെങ്കിലും വിവരങ്ങൾ നമുക്കുണ്ടോ? വിജയകുമാർ, പ്രധാനമായും ഈ പറയപ്പെടുന്ന ചുവന്ന പോളോ കാർ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അന്വേഷണം ഉണ്ടാവുക. പക്ഷേ അതിൽ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ ഈ ഫ്ളാറ്റിൽ നിന്നും രാഹുൽ മാങ്കൂട്ടൽ MLA അന്ന് ഈ കേസ് വന്നതിന് പിന്നാലെ MLA വാഹനം ഫ്ളാറ്റിൽ ഉപേക്ഷിച്ച് അതിനുശേഷം ഈ പോളോ കാറിൽ കയറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമല്ല. മറിച്ച് ഈ നഗരത്തിന്റെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് ഈ പോളോ കാർ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ആദ്യമായി ഈ SIT അന്വേഷിക്കുക. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ, ഈ യുവതിയുടെ മൊഴിപ്രകാരം ഉള്ള ആ സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ ഇവിടെ ലഭ്യമല്ല. ഈ DVRന് ബാക്കപ്പ് കുറവ് എന്നതാണ് കാരണമുള്ളത്. അത് സൈബർ സെല്ലിലടക്കം നൽകി അത് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധന കൂടി ഉണ്ടാകും. മറ്റൊന്ന്, രാഹുൽ പാലക്കാട് തന്നെ തുടരുന്നു എന്ന ഒരു വിവരമാണ് ഈ SITക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉള്ളത്. കാരണം മറ്റ് ജില്ലകളിൽ തിരുവനന്തപുരം അടക്കം എത്തി ഈ അപേക്ഷയിൽ ഒപ്പുവെച്ചു എന്ന് പറയുന്നത് അന്വേഷണം വഴിതിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നാണ് ഇപ്പോഴും ഈ പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് പാലക്കാട് കേന്ദ്രീകരിച്ച് കൂടുതലായി അന്വേഷണം നടക്കും. മറ്റൊന്ന്, ഈ അതിർത്തി ജില്ലയായതിനാൽ തന്നെ ഈ ബാംഗ്ലൂർ അടക്കമുള്ള കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരച്ചിലുണ്ടാകും. എന്തായാലും അങ്ങനെ സംസ്ഥാന വ്യാപകമായും സംസ്ഥാനത്തിന് പുറത്തേക്കും ഒരു തെരച്ചിൽ അത് അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, എല്ലാവരിൽ നിന്നും കഴിയുന്നത്ര വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇന്നലെ തന്നെ രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ്, ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മണിക്കൂറുകളോളം നീണ്ട ഒരു വിവരശേഖരണം ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഇന്നും അത് തുടരും. പ്രധാനമായും ഈ CCTV ദൃശ്യങ്ങൾ അത് ഈ ഫ്ളാറ്റിലെ കെയർടേക്കറെ സ്വാധീനിച്ച് അതുമൂലം ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റിലെ കെയർടേക്കറെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. രാവിലെയോടുകൂടി എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വൈകിട്ടുണ്ട്. ഇതുവരെയും ഈ കെയർടേക്കറെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം നീക്കങ്ങളായിരിക്കും ഇന്ന് അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ പ്രത്യേക അന്വേഷണ സംഘം എന്ന് മടങ്ങിപ്പോകുമെന്നതിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അവർ ഇന്നും പാലക്കാട് തുടരാൻ തന്നെയാണ് സാധ്യത. പ്രധാനമായും ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക, മറ്റൊന്ന് ഈ ഫ്ളാറ്റിലെ മറ്റ് താമസക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള നടപടികൾ ായിരിക്കും കടക്കുക. എന്തായാലും പാലക്കാടിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം. വിജയകുമാർ, പ്രതി MLA കേരളം വിട്ടു എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. ബംഗളൂരുവിലാണോ, കർണാടകയിലാണോ, തമിഴ്നാട്ടിലാണോ എന്നറിയില്ല. ഈ തിരുവനന്തപുരത്തെത്തി എന്നതൊക്കെ അവരുണ്ടാക്കിയ ഒരു കെട്ടുകഥയായാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനം ആരുടേത് എന്നതിൽ ഏറെക്കുറെ ഒരു സ്ഥിരീകരണം പോലീസിനുണ്ട്. അത് ഔദ്യോഗികമായി ഒരു പക്ഷേ പറയുമായിരിക്കും. അതിൻ്റെ ഉടമയെ കണ്ടെത്തി ചോദ്യം ചെയ്യും എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ അവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്ത് അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലെത്തുന്നത്. അതിനു മുമ്പ് പിടികൂടാൻ കഴിയുമോ എന്നതിൻ്റെ വലിയ ശ്രമം പോലീസ് നടത്തുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും. മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നത് വരെ മുങ്ങി നടക്കുക അല്ലെങ്കിൽ ഒളിച്ചു കഴിയുക എന്നതാണ് MLAയുടെ നീക്കം എന്നാണ് ഈ ദിവസങ്ങളിലെ ഇടപെടലിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ കാര്യമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടെത്താൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.